അച്ഛാ, ഞാൻ പോവാണേ. മരുന്നെടുത്ത് കഴിക്കണം. ആഹാരം കൃത്യസമയത്ത് കഴിക്കണേ. ഓ, ഞാൻ കഴിച്ചോളാം കുഞ്ഞെ. സമയം ഏറെയായി. മോള് പോയിട്ട് വാ. ഇവൾ നീള, കുട്ടനാടിന്റെ ഓമനപുത്രി. അമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അവളുടെ അച്ഛൻ അവൾക്ക് എല്ലാമാണ്. തന്റെ മകളെ നെഞ്ചോടണച്ചു വളർത്തി. ഇപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് പകരം കൈകളിൽ തുഴയേറ്റു വാങ്ങി കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് നിളയാണ്. അവൾ തന്റെ ചെറുവഞ്ചി ദേശായി കുടുംബത്തിനെ ലക്ഷ്യമാക്കി തുഴഞ്ഞു തുടങ്ങി. ദേശായി കുടുംബം കുട്ടനാട്ടിലെ പേരുകേട്ട കുടുംബമാണ്. കാഞ്ചീപുരം പട്ടിന്റെ വലിയൊരു ശേഖരമാണ് ഇവരുടെ ബിസിനസിന്റെ നെടുന്തൂട്. മറ്റ് വസ്ത്ര വ്യാപാരികൾ പേടിയോടെ കാണുന്ന ഒരു പ്രമുഖ ബിസിനസ് മേഖലയാണ് ദേശായി കുടുംബത്തിനുള്ളത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും ഇവരുടെ ബിസിനസ് നിലനിൽക്കുന്നുണ്ട്. ഈ ബിസിനസിന്റെ എല്ലാ അധിപനായ മുല്ലശ്ശേരി മാധവൻ നായർ അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കുന്നു. പകരം മകൾ മല്ലിക രാജേശ്വരിയും അവരുടെ ഭർത്താവായ ഗംഗാധരനുമാണ് ഇപ്പോൾ അവ നോക്കി നടത്തുന്നത്. അവരുടെ 2 മക്കൾ അഭിഷേകും കല്യാണിയും കൂടാതെ മുല്ലശ്ശേരി മാധവൻ ദത്തെടുത്ത വിനയൻ എന്ന യുവാവും ആ വീട്ടിലാണ് താമസം. വിനയന് ചെറുപ്പത്തിലുണ്ടായ ഒരു വലിയൊരു ഷോക്കിന്റെ ഭാഗമായി അവന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനാണ്. മുത്തശ്ശൻ ഒഴിച്ച് ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾ അവനെ അവഗണിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ മാധവന് മറ്റു പേരക്കുട്ടികളെക്കാൾ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു വിനയൻ. ബോബനും മോളിയും പോലെയായിരുന്നു മുത്തശ്ശനും വിനയനും. കഴിക്കുന്നതും ഉറങ്ങുന്നതും നടക്കുന്നതും എല്ലാം ഒരുമിച്ച്. വിനയനും മുത്തശ്ശനും കായൽക്കരയിൽ ചൂണ്ടയിടുന്ന തിരക്കിലായിരുന്നു. ഇന്നും മതിയടാ കുഞ്ഞെ, നമുക്ക് ഇനി നാളെ ചൂണ്ടയിടാം. മീനുകളല്ല ഏതോ കല്യാണത്തിന് സദ്യ ഉണ്ണാൻ പോയേക്കുവാ. വിനയൻ വലിയ വയൽ കരയാൻ തുടങ്ങി. വിനയ കരയില്ലടാ, മുത്തശ്ശൻ നാളെ ഒരു മീനിനെ പിടിച്ചു തരാം. വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ മീനിനെ പിടിച്ചു തരണം. വയ്യാങ്ങിട്ടല്ലേ മോനെ, നമ്മുടെ നിളക്കുട്ടി വരുമ്പോ നമുക്ക് അവളെ കൊണ്ട് മീൻ പിടിക്കാം. എന്താ പോരെ? നിള വന്നില്ലല്ലോ മുത്തശ്ശ, എനിക്ക് മീനെ പിടിച്ചു താ. അപ്പോഴാണ് മല്ലിക അങ്ങോട്ടേക്ക് വന്നത്. അച്ഛൻ ഇതെന്തിന്റെ കേടാ? ഈ വയ്യാത്ത ചെക്കനെ കൊണ്ട് ഈ കായൽക്കരയിൽ വന്നിരുന്ന് കാറ്റ് കൊണ്ട് പല പനിയും പിടിക്കേ ഉള്ളൂ. ഈ ചെക്കനെ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്ടൂടെ? പ്രായം മറന്നുള്ള അച്ഛന്റെ ഈ പോക്കുണ്ടല്ലോ. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം, അല്ലാതെ ഇവനെ തൂക്കിക്കൊണ്ട് നടന്ന രോഗങ്ങൾ കൂടെ ഉള്ളൂ. നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാ എനിക്ക് കൂട്ട് ഇവനേ ഉള്ളൂ. എന്തെങ്കിലും ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. എന്താ, നീ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയോ? ആ, ഇറങ്ങിയച്ചാ. മന്ത്രകോടിയുടെ പുതിയ ബ്രാൻഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാ. അതിൻ്റെതായ കുറച്ച് തിരക്കുണ്ട്. ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ആ പിന്നെ, ആ നിള വരുമ്പോ ഷോപ്പിലോട്ടൊന്ന് വരാൻ പറയണം. അവിടെ കുറച്ച് പണിയുണ്ട്. ആ, പറയാം മോളെ, നീ എന്തായാലും പോയിട്ട് വാ. ഗംഗാധരനെ കണ്ടില്ലല്ലോ. ഏട്ടൻ നേരത്തെ പോയി അച്ഛാ. ഓക്കെ ശരി, ഞാൻ വന്നിട്ട് പറയാം ബാക്കി വിശേഷങ്ങൾ. മല്ലിക തന്റെ ഷോപ്പിലേക്ക് പോയി. ഹായ് നീല, ദോ വരുന്നു മുത്തശ്ശ. നീലപ്പെണ്ണ് ദോ വരുന്നുണ്ട്. വിനയന്റെ ആവേശം കണ്ട് മുത്തശ്ശൻ കായലിലോട്ട് നോക്കി. നീല തന്റെ വഞ്ചിയും തുഴഞ്ഞ് കരയിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. നീ എന്താ കുഞ്ഞെ ഇന്ന് വൈകിയേ? ഒന്നും പറയണ്ട മുത്തശ്ശ, ഇന്ന് എനിക്ക് എന്റെ മയിൽവാഹനത്തിനൊരു ട്രിപ്പ് കിട്ടി. കുറച്ച് യൂട്യൂബ് പിള്ളേരെ കണ്ടു. അവർക്കിന്ന് ഷാപ്പിലാണ് ഷൂട്ടിങ് പോലും. അവരെ കൊണ്ട് അക്കരെ എത്തിച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. ആ, അപ്പോ രാവിലെ തന്നെ പണം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പാവപ്പെട്ട മുത്തശ്ശനും വല്ലതൊക്കെ തരുമോ? ഒന്ന് കളിയാക്കാതെ പോ മുത്തശ്ശ. ഈ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ആ ശരി ശരി, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് നിന്നെ മല്ലിക ഷോപ്പിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് മീൻ ആര് പിടിച്ചു തരും മുത്തശ്ശ? വിനയൻ തിരക്കി. ഷേടാ, അത് മറന്നല്ലോ. നില കടയിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കായലിലോട്ട് ചാടിപ്പിക്കാം. ഇല്ലെങ്കിൽ മല്ലിക വടിയെടുത്ത് നിളയെ തല്ലും. പാവല്ലേ? അയ്യോ, ഞാനത് മറന്നല്ലോ. പാവം നില. നിലക്കുട്ടി പേടിക്കണ്ട. ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് വിനയക്കുട്ടന് മീൻ പിടിച്ച് തരുമോ? അതിനെന്താ വിനയൻ ചേട്ടാ, ഞാനേ ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് കൂട്ട നിറച്ച് മീൻ പിടിച്ച് തരാലോ. അവൻ കൈകൊട്ടി ആർത്ത് ചിരിച്ചു. എന്നാൽ ഇവരുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടാത്ത 2 പേർ അഭിഷേകും കല്യാണിയും. 2 പേരും അസൽ ബടക്കുകളാണ്. വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. തരം കിട്ടുമ്പോഴെല്ലാം വിനയനെ അവർ ഉപദ്രവിക്കുന്നത് പതിവാണ്. അങ്ങനെ ഇരിക്കെ പതിവ് പോലെ നില പണിക്കായി വീട്ടിലെത്തി. എന്നാ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പണിക്കാരനായ വേലായുധം കുട്ടി ചെടിയെല്ലാം വെട്ടി വൃത്തിയാക്കുകയായിരുന്നു.
വേലായുധൻ ചേട്ടാ, ഇവിടെ ആരെ കാണാനില്ലല്ലോ. മോള് വന്നതേ ഉള്ളോ? അവരെല്ലാം ഇന്ന് അമ്പലത്തിൽ പോയി. മോളെ, മുത്തശ്ശൻ എന്തോ പ്രത്യേക വഴിപാടുണ്ടെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. മോള് വരുമ്പോ സീതമ്മ ഇന്ന് ലീവാണ്, അടുക്കളയിലേക്ക് കയറാൻ പറഞ്ഞു. എല്ലാവരും കൂടി തീർത്ത് പോയേക്കുവാ. വേലായുധൻ ചേട്ടന് ചായ എടുക്കട്ടെ? വേണ്ട മോളെ, മുകളിലെ അഭിഷേക് മോനുണ്ട്, അവന് ചായ കൊടുക്കണം. ഓ, അവൻ വടക്ക് പോയില്ല. മോളെ പതുക്കെ പറ. ഞാൻ പോട്ടെ ചേട്ടാ. നില വേഗം തന്നെ അഭിക്ക് ചായ റെഡിയാക്കി മുകളിലേക്ക് പോയി. ഡോറ് ലോക്കായിരുന്നു. അവൾ കതകിലൊന്ന് തട്ടി. യെസ്, കമ്മിങ്. റൂമിന്റെ ഉള്ളിൽ നിന്ന് അനുവാദം വന്നു. നില ചായക്കപ്പ അകത്തുള്ള മേശമേൽ വെച്ച് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് അഭിയുടെ കൈ നിലയുടെ തോളിൽ പിടുത്തമിട്ടത്. അങ്ങനെ അങ്ങ് പോയാലോ? വേലക്കാരിയാണേലും നീ ഒന്നൊന്നര ചരക്ക. നീ ഒന്ന് സഹകരിച്ച നമുക്കങ്ങ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീലയുടെ കൈകൾ അഭിയുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. നല്ല തുഴ പിടിക്കുന്ന കയ്യാ, നല്ല തഴമുണ്ടാകും. മോന് അതിന്റെ സുഖം മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ പട്ടിണി പാവങ്ങളാ, എന്നാലും മാനം വിട്ട് ജീവിക്കേണ്ടി വന്നിട്ടില്ല. പെർഫ്യൂം പൂശി ചായവും തേച്ച് അരമുറി തുണിയിൽ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന വാലാട്ടി പട്ടികളെ കണ്ടിട്ടുള്ളൂ. വിയർപ്പിന്റെ ഗന്ധവും പണിയെടുക്കാൻ മടിയില്ലാത്ത ചോരയും നീരുമുള്ള പച്ചയായ പെണ്ണിനെ നീ കണ്ടിട്ടില്ല. മാറട കൊള്ള. ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്ന നിലയ്ക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് അഭി. അവൻ കവിളിൽ കൈവച്ച് കിളിപാറി ഒരു നിൽപ്പായിരുന്നു. നില അവിടെ നിന്ന് പോയി. ബോധത്തിൽ വന്ന അഭിഷേകിന്റെ ഉള്ളിൽ അവളോടുള്ള പക നീറി പോയഞ്ഞു തുടങ്ങി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, അവൻ ആത്മഗതം പറഞ്ഞു. വേഗം തന്നെ നില അടുക്കളയിലെത്തി. അവൾക്കെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. ഞാൻ തന്നെയാണോ അഭിഷേകിനെ തല്ലിയത്? മനസ്സിൽ 1000 വട്ടം ചോദിച്ചു. ആ കൈകളിലേക്ക് അവൾ നോക്കി. കൈകളുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അവൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്ത് പടപടാ കുടിക്കാൻ തുടങ്ങി. ധാവണിയുടെ തുമ്പുകൊണ്ട് അവളുടെ നെറ്റിയിലെയും മുഖത്തെയും വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്തു. കുറച്ചു നേരം തളർന്നിരുന്നു. കണ്ണുകൾ ചുവന്ന് കണ്ണുനീർ നിറഞ്ഞു. അപ്പോഴാണ് അടുക്കളപ്പുറത്ത് വെള്ളം കുടിക്കാനായി വേലായുധം വന്നത്. മോളെ നിലക്കുട്ടി, കുറച്ച് വെള്ളം തന്നേ. നല്ല പരവേശം. ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ നില ഞെട്ടി ഉണർന്നു. ദാ ഇപ്പൊ കൊണ്ടുവരാം. അവൾ വേഗം ഒരു ജഗ്ഗും ഗ്ലാസുമായി വേലായുധന്റെ അരികിലെത്തി. താ ചേട്ടാ വെള്ളം. അയാൾ വെള്ളം വാങ്ങുന്നേരം നിളയുടെ മുഖം ശ്രദ്ധിച്ചു. എന്താ മോളെ മുഖമല്ലാതെ? ഒന്നുമില്ല. അവൾ ഒന്നും പറയാതെ അകത്തോട്ട് പോയി. അയാൾ സംശയത്തോടെ നോക്കി. കുറച്ചു നേരം ആലോചിച്ച് നിന്നതിന് ശേഷം അവിടെ നിന്ന് പോയി. ഇതേ സമയം കവിളിൽ അടികൊണ്ട വേദന കടിച്ചമർത്തി മുറിയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട് അഭിഷേക്. അവന്റെ ഉള്ളിൽ നിളയോടുള്ള പക ആളിക്കത്തുകയായിരുന്നു. എങ്ങനെയും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം, അവൻ ആത്മഗതം പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ രാജേശ്വരിയുടെ മുറിയിലെത്തി. വിധി അവന് അനുകൂലമായിരുന്നു. മേശപ്പുറത്ത് അവന്റെ അമ്മയുടെ ഡയമണ്ട് നെക്ലസ് ഇരിപ്പുണ്ടായിരുന്നു. അവൻ അത് കൈക്കലാക്കി. എന്നാൽ ഇതെല്ലാം വേലായുധൻ തുറന്നു കിടന്ന ജനാലയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അഭിഷേക് ചുറ്റും നോക്കി. വേലായുധൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി തന്റെ ജോലി തുടർന്നു. അഭിഷേക് മാല ആരും അറിയാതെ നിലയുടെ ബാഗിലിട്ടു. അവിടെ നിന്ന് മുറിയിലെത്തി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ വിനയൻ അലമുറയിടാൻ തുടങ്ങി. നിലക്കുട്ടിയെ, എനിക്ക് വിശക്കുന്നു. നിലേ നിലേ എനിക്ക് ഇഡ്ഡലി തരണം. ഇതെന്തോരു ചെറുക്കനാ, ഇവന്റെ വയറ്റില് കോഴി കുഞ്ഞുണ്ടെന്നാ തോന്നുന്നത്, രാജേശ്വരി പറഞ്ഞു. അതെ അമ്മേ, ഒരാർത്തി പണ്ടാരോ. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ നമുക്കുള്ളതും കൂടി അവന്റെ വയറ്റിലാകും, കല്യാണി പറഞ്ഞു. ഇതെല്ലാം കേട്ട് മുത്തശ്ശൻ പല്ലൊടിച്ചു നിന്നു. വിനയന്റെ വലിയ വയലെ ഒച്ച കേട്ട് നീള പുറത്തേക്ക് ഓടി വന്നു. എത്തിയോ? വിനയൻ ചേട്ടൻ വേഗം കൈ കഴുകി വാ, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഹായ് എന്റെ ചുന്തിരി കുട്ടി നീളക്കുട്ടി, അവൻ കൈകൊട്ടി ചിരിച്ചു. എല്ലാവരും ഫ്രഷായി ഡൈനിങ് ടേബിളിൽ ഇരിപ്പുറപ്പിച്ചു. നിള വേഗം തന്നെ ഫുഡ് എല്ലാവർക്കും വിളമ്പി. കൂട്ടത്തിൽ അഭിഷേകം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രാജേശ്വരി അഭിഷേകിന്റെ മുഖം ശ്രദ്ധിച്ചത്. എന്താ അഭി, നിന്റെ മുഖത്ത് കല്ലുകൊണ്ടതുപോലെ ചുവന്നിരിക്കുന്നത്? അപ്പോഴാണ് മറ്റുള്ളവരും അത് ശ്രദ്ധിച്ചത്. ഇത് കണ്ട ഗംഗാധരൻ വേഗം അഭിഷേകിന്റെ കവിള് പിടിച്ചു നോക്കി. ആരടാ നിന്നെ അടിച്ചത്? അവനെ ഞാനിന്ന് വെറുതെ വിടില്ല. നിള പെട്ടെന്ന് അടുക്കളയിലോട്ട് പോയി. നിളയുടെ പരങ്ങൽ മുത്തശ്ശൻ കാണുന്നുണ്ടായിരുന്നു. അഭിഷേകിന്റെ സ്വഭാവം മുത്തശ്ശന് നല്ലവണ്ണം അറിയാം. ഗംഗാധര, നീ ക്ഷോഭിക്കാതെ അവിടെ ഇരിക്കേ. അഭിക്കൂട്ട, എന്താ പറ്റിയത്? അത് പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടതാ. എന്നെ ആരോ അടിക്കാൻ വന്നു. അയാൾക്ക് ഞാൻ ഒരു അടി കൊടുത്തു. പക്ഷെ അത് എന്റെ സോയ എന്റെ കർണത്താണ് അടിച്ചത്.
എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്നാ മുത്തശ്ശന് അത് അത്ര വിശ്വസനീയമായിരുന്നില്ല. തൽക്കാലം അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. കണ്ട ഇംഗ്ലീഷ് ഫിലിമല്ലേ, കണ്ടുകൊണ്ട് നിന്റെ കിടപ്പ്. അമ്പലത്തിന്റെ നടയിലോട്ട് വന്നിട്ട് കൊല്ലം ഒന്നായി, പിന്നെ അങ്ങനാ ദുസ്വപ്നം കാണാതിരിക്ക. രാജേശ്വരി പറഞ്ഞു. എല്ലാവരും കഴിക്കേ, മുത്തശ്ശൻ പറഞ്ഞു. പെട്ടെന്ന് അഭിഷേക് രാജേശ്വരിയോട് ചോദിച്ചു, അമ്മേ, അമ്മയുടെ ആ ഡയമണ്ട് നെക്ലസ് എവിടെ? അത് അണിയാത്തത് എന്താ? അപ്പോഴാണ് രാജേശ്വരി കഴുത്തിൽ തപ്പി നോക്കിയത്. ഓ, അത് ഞാൻ മറന്നു, റൂമിലുണ്ടാകും. ഇടാനെടുത്തതാ, മറന്നുപോയി. ഓർമ്മിപ്പിച്ചത് നന്നായി, മേശപ്പുറത്ത് വച്ചിട്ടുണ്ടാകും. ഫുഡ് കഴിഞ്ഞ് എല്ലാവരും എണീറ്റു. പതിവ് പോലെ വിനയനും മുത്തശ്ശനും കായൽക്കരയിൽ കാറ്റുകൊള്ളാനായി പോയി. പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് ഒരു ബഹളം. എടി എടി നിളേ, ഇവിടെ വാടി. രാജേശ്വരിയുടെ ശബ്ദം. മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റപ്പോ വേലായുധൻ വീടിന്റെ മുൻവശത്ത് നിന്ന് ഓടി വരുന്നത് കണ്ടു. അങ്ങുന്നേ അങ്ങുന്നേ, എന്താ വേലായുധ? ധൃതിയില് അവിടെ രാജേശ്വരി ഒച്ച എടുക്കുന്നുണ്ടല്ലോ. വേലായുധൻ കണ്ട കാര്യം മുത്തശ്ശനെ അറിയിച്ചു. മുത്തശ്ശൻ ആകെ ദേഷ്യത്തിലായി. അങ്ങുന്നേ, നിളയും അബിക്കുഞ്ഞും തമ്മി എന്തോ പ്രശ്നമുണ്ട്. അതിന്റെ പ്രതികാരമായിരിക്കും അബിക്കുഞ്ഞ് ഇങ്ങനെ ചെയ്തത്. വേഗം ചെന്നാട്ടെ, ഇല്ലെങ്കിൽ നിളയെ എല്ലാവരും കൂടി. പാവം കുഞ്ഞ്. മുത്തശ്ശൻ വിനയനെയും കൂട്ടി വേഗം വീടിനുള്ളിൽ ചെന്നു. അപ്പോഴേക്കും അവിടെ അഭിഷേകിന്റെ നാടകം കൊഴുക്കുന്നുണ്ടായിരുന്നു. മല്ലിക നിളയുടെ മുടിക്കുത്തിന് പിടിച്ച് തറയിലേക്ക് തള്ളി. നിള തെറിച്ചു വീണത് മുത്തശ്ശന്റെ കാൽക്കീഴിലാണ്. അയ്യോ നീലക്കുട്ടി, രക്ഷിക്കണേ, എന്റെ നീലക്കുട്ടിയെ തല്ലല്ലേ. വിനയൻ അലമുറയിട്ട് കരഞ്ഞു. അച്ഛാ, ഇനി ഇവിടെ ഒരു നിമിഷം നിർത്തരുത്. കള്ളി, വിശ്വാസവഞ്ചനയാ ഇവൾ ചെയ്തത്. രാജേശ്വരി ആക്രോശിച്ചു. മുത്തശ്ശൻ നിലയെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മുത്തശ്ശ, എനിക്കൊന്നും അറിയില്ല. ഞാൻ കട്ടിട്ടില്ല. ഞാൻ കള്ളിയല്ല. മുത്തശ്ശൻ ഈ നിലയെ അറിയില്ലേ? അവൾ മുത്തശ്ശന്റെ നെഞ്ചിൽ ചാരി ഏങ്ങലടിച്ച് കരഞ്ഞു. ഇതെല്ലാം അവളുടെ നാടകമോ മുത്തശ്ശ? പോലീസിനെ ഏൽപ്പിക്കാത്തത് എൻ്റെ അമ്മയുടെ മര്യാദ. ഇല്ലെങ്കിൽ കല്യാണിയും വിട്ടുകൊടുത്തില്ല. എല്ലാവരും നിർത്തുന്നുണ്ടോ? മുത്തശ്ശന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ആകെ മുഴങ്ങി. എന്തോ പറയാൻ വന്ന ഗംഗാധരന്റെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. രാജേശ്വരി, എവിടെ എന്താ ഉണ്ടായത്? അച്ഛാ, ഞാൻ മേശപ്പുറത്ത് വെച്ച് നെക്ലസ് കാണാനില്ലായിരുന്നു. ഞാൻ മുറിയാകെ തപ്പി. അപ്പോ അഭിമോന പറഞ്ഞത് നിള റൂം ക്ലീനാക്കാൻ കയറിയെന്ന്. സംശയം തോന്നി അവളുടെ ബാഗ് പരിശോധിച്ചപ്പോ സാധനം അതിലുണ്ടായിരുന്നു. ശരി, നിള, നീ രാജേശ്വരിയുടെ മുറിയിൽ പോയിരുന്നു? മുത്തശ്ശൻ ചോദിച്ചു. ഇല്ല മുത്തശ്ശ, നിള പറഞ്ഞു. അഭി, ഇങ്ങ വാ. നീ കണ്ടു എന്നല്ലേ പറഞ്ഞത്? എന്നാ നിങ്ങൾ അത് നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. എൻ്റെ സുഹൃത്തായ ഡോക്ടർ സതീശനെ വിളിക്കാം. അവൻ ഫോറൻസിക്കിലായിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? അത് വേണ്ട മുത്തശ്ശ, അവൾക്കിട്ട് 2 കൊടുത്താ എല്ലാം ശരിയാകും. പെട്ടെന്ന് മുത്തശ്ശന്റെ കൈകൾ അവന്റെ മുഖത്ത് ആഞ്ഞു പതിച്ചു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. എന്താ മാവ, എന്ത് മര്യാദ കട കാണിക്കുന്നേ? എന്റെ മകൻ ഉള്ളത് പറഞ്ഞപ്പോ നിങ്ങൾ വേലക്കാരുടെ കള്ളക്കളിക്ക് കൂട്ടു നിൽക്കുന്നു. ഗംഗാധരൻ ക്രോധം കൊണ്ടലറി. കള്ളവും സത്യവും തിരിച്ചറിയാനുള്ള പ്രായം എനിക്കായി ഗംഗാധര. ഞാൻ കുഞ്ഞുകുട്ടിയല്ല. കുഞ്ഞുകുട്ടി കളിക്കുന്നത് നിങ്ങളാ. നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ എൻ്റെ മകൻ എന്ന്. അവനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? കുടുംബ ഖജനാവിൽ നിന്ന് എത്ര ലക്ഷം രൂപയാ അവൻ മുടിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്താ രാജേശ്വരി, നിന്റെ ഭർത്താവിന്റെ തല താണു പോയത്? മുത്തശ്ശൻ മകളോടും മരുമകളോടും ചോദിച്ചു. അതും ഇതുമായി എന്താ ബന്ധം വെച്ചാ? ബന്ധമുണ്ടല്ലോ. നുളക്കുട്ടി, നീ ആരെയും പേടിക്കണ്ട. നടന്നത് എന്താണോ അതെന്നോട് പറ. നീള നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജേശ്വരിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവൾ തളർന്നിരുന്നു. അഭിഷേകേ, സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ തെളിവ് കിട്ടാൻ ഞാൻ ശാസ്ത്രീയമായ സഹായം തന്നെ തേടിയെന്ന് വരും. അഭിഷേക് വിറയ്ക്കാൻ തുടങ്ങി. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ തുടങ്ങി. മുത്തശ്ശന്റെ ക്രോധമായ മുഖം അവൻ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. രാജേശ്വരി തന്റെ മകന്റെ കൊള്ളരുതായ്മയിൽ സങ്കടം കടിച്ചമർത്തി. ഇത് ആദ്യത്തെയും അവസാനത്തെയും സംഭവമായിരിക്കണം. ഇല്ലെങ്കിൽ ഇവനും ഇവന് കൂട്ടു നിൽക്കുന്നവരും പടിക്ക് പുറത്തായിരിക്കും. മുത്തശ്ശൻ ആജ്ഞാപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രാജേശ്വരിക്ക് പതിയെ നിലയോടുള്ള വെറുപ്പ് മാറി തുടങ്ങി. അവളെ അവർ സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ ഗംഗാധരനും മക്കൾക്കും അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അഭിയുടെയും കല്യാണിയുടെയും സുഹൃത്തുക്കൾ വീട്ടിലെത്തി. അവർ കായൽക്കരയിൽ കൊച്ചു വർത്തമാനവുമായി ഇരിക്കുമ്പോൾ വിനയൻ ഓലക്കാറ്റാടിയുമായി ഓടിക്കളിക്കുകയായിരുന്നു.
വിനയൻ, ഇവനാള് കൊള്ളാലോ. മീശ, താടി, കണ്ട ചുള്ളൻ. പക്ഷേ പില പോയതാണല്ലേ. സുഹൃത്ത് ആദിത്യം പറഞ്ഞു. മുത്തശ്ശന്റെ വലങ്കയ്യ, ദത്തുപുത്രനാ. ഡാ വിനയാ, വന്നേ, അഭി വിളിച്ചു. എന്താ അഭി? ഡാ, എൻ്റെ ഷൂ അപ്പടി പൊടിയാ, നിന്റെ നാക്കൊണ്ടൊന്ന് വൃത്തിയാക്കിക്കേ, അഭി പറഞ്ഞു. അതെങ്ങനാ? വിനയൻ തിരക്കി. അഭിയുടെ സുഹൃത്തിൽ ഒരാൾ മൊബൈലിൽ ഒരു ഫോട്ടോ കാട്ടിക്കൊടുത്തു. ഒരു നായ മുതലാളിയുടെ ഷൂ നക്കി തുടയ്ക്കുന്ന രംഗം. ഇതുപോലെ ചെയ്താൽ മതി, കുഴിമന്തി വാങ്ങിത്തരാന്നേ. വിനയൻ നായകളെ പോലെ ഷൂ നക്കി തുടയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബഹളം കേട്ട് നീല ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വിനയൻ ചേട്ടാ, എന്താ ഇത്? എഴുന്നേൽക്ക്, അവരെല്ലാം കൂടി ചേട്ടന് കോമാളിയാക്കുന്നതാ. അതെന്താ നിലക്കുട്ടി? വാ ചേട്ടാ, വിവരമില്ലാത്ത കുറെ ദ്രോഹികൾ. നിനക്കൊക്കെ നാണാവില്ലേ സുഖമില്ലാത്ത ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ? ഇതാരാ അബി? നല്ല ചരക്കാണല്ലോ. തമ്പുരാട്ടിയെ ഏത് കോലത്തുന്നാ? സുഹൃത്ത് വിശാൽ ചോദിച്ചു. എൻ്റെ പൊന്നളിയാ, ഇവിടെ ഒന്നും പറയരുത്. ഇവിടത്തെ മുത്തശ്ശൻ്റെ പെറ്റാ. മൂപ്പിലാന് വയസ്സാം കാലത്ത് പണിയുണ്ടാക്കണ്ട, അബി പറഞ്ഞു. അറിഞ്ഞു മുത്തശ്ശൻ? അതേടാ, എല്ലായിടത്തും കാണും ഇങ്ങനെ ഒരു കാരണം, അബി പറഞ്ഞു. തമ്പുരാനും തമ്പുരാട്ടിയെ കൊണ്ട് പോയാലെങ്ങനെ? ഒരുവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് കണ്ട വിനയൻ അവന്റെ കയ്യിൽ കടിച്ചു. ക്രോധം പൂണ്ട അബിയുടെ സുഹൃത്ത് വിനയനെ തല്ലി. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശൻ കാറിലെത്തിയത്. ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് വിനയൻ ഓടി മുത്തശ്ശന്റെ അടുത്തെത്തി. കൂടെ നിളയും. എന്താ വിനയൻകുട്ടാ കരയണത്? നിള മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു. മുത്തശ്ശ, പോട്ടെ, സാരമില്ല. അബിക്കുഞ്ഞിന്റെ കൂട്ടുകാരന്റെ മുന്നിൽ വെച്ച് വഴക്ക് പറയണ്ട. വിനയൻകുട്ടനോട് ദേഷ്യം കൂടേ ഉള്ളൂ. അത് മനസ്സിലാക്കിയ മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ അവരോടൊപ്പം അകത്തേക്ക് പോയി. അന്ന് രാത്രി മുത്തശ്ശൻ ഉറങ്ങിയില്ല. ഓരോ ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. തൻ്റെ കാലശേഷം വിനയൻകുട്ടൻ്റെ അവസ്ഥ ഊഹിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുത്ത തീരുമാനമെടുത്തു. പിറ്റേന്ന് ആരോടും പറയാതെ മാധവൻ തൻ്റെ കുടുംബ വക്കീലിനെ കാണാൻ പോയി. തൻ്റെ വീടും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം വിനയൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അങ്ങനെ മാധവൻ നായർ വിൽപത്രം തയ്യാറാക്കി. കൂട്ടത്തിൽ വിനയൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ടതാണ് വസ്തുവകകൾ എന്നുകൂടി എഴുതി ചേർത്തു. പിന്നീട് മുത്തശ്ശൻ നീലയുടെ കായൽക്കരയിലുള്ള കൊച്ചു വീട്ടിലേക്കാണ് എത്തിയത്. അവരുടെ അച്ഛനെ കണ്ടു. വിനയനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ആദ്യമൊക്കെ എതിർത്തെങ്കിലും തൻ്റെ മകൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് അയാൾ സമ്മതിച്ചു. എന്നാൽ മാധവൻ നായരോട് തന്നെ ഇക്കാര്യം അവളോട് പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ അവൾ അനുസരിക്കൂ എന്ന് നിലയുടെ അച്ഛൻ മനസ്സിലാക്കി. അങ്ങനെ പിറ്റേ ദിവസം നില വീട്ടിലെത്തിയപ്പോൾ നിലയെ കാത്ത് മുത്തശ്ശൻ കായൽക്കരയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ മുത്തശ്ശ, വിനയൻ ചേട്ടൻ ഇവിടെ? ഈ നിൽപ്പ് കണ്ടിട്ട് എന്നെ കാത്തുള്ള നിൽപ്പാണെന്ന് തോന്നുന്നുണ്ടല്ലോ, നില തിരക്കി. അതെ, നീ പറഞ്ഞത് ശരിയാ കുഞ്ഞെ. നിന്നെ കാത്തു തന്നെയാ ഞാൻ നിന്നത്. എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മുത്തശ്ശ? മോൾക്ക് സമ്മതമാണെങ്കിൽ, അതായത് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം നീ മുത്തശ്ശനെ അനുസരിച്ചാൽ മതി. മുത്തശ്ശൻ കാര്യം പറയേ, എന്നാലല്ലേ എനിക്ക് സമ്മതമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. മോളെ, എനിക്ക് വയസ്സായി വരികയാ. ഇനി ഞാൻ ഈ ഭൂമിയിൽ എത്ര കാലം എന്ന് വെച്ചാ എനിക്ക് നിശ്ചയമില്ല. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എനിക്കിനി അധിക നാളില്ലാന്ന്. മുത്തശ്ശ, സെൻറ്റി അടിക്കാതെ കാര്യം പറയുന്നുണ്ടോ? പറയാം മോളെ, ധൃതി വയ്ക്കാതെ. എൻ്റെ മൊത്തം ചിന്തയും വിനയനെക്കുറിച്ച്. ഞാനില്ലെങ്കിൽ ഇവിടെയുള്ളവർ നന്നായി ഉപദ്രവിക്കും. പിന്നെ ഏക ആശ്രയം നീയാ. അവനെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് നീയാണ്. എൻ്റെ വിനയൻ ഒരു കൂട്ട് വേണം. അത് നീയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുത്തശ്ശൻ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കട്ടെ. നില ഞെട്ടിപ്പോയി. അവൾക്ക് എന്തു പറയണമെന്ന് അറിയാതെ ഒരേ നിൽപ്പായിരുന്നു. മോളെ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? നിനക്ക് വേണ്ടാന്ന് വെച്ചാ വേണ്ട, മുത്തശ്ശൻ നിർബന്ധിക്കില്ല. എൻ്റെ വിനയൻ്റെ വിധി അത്ര തന്നെ. അവനെ സ്നേഹിക്കാൻ നിന്നെ പോലെ വേറെ ആർക്ക് സാധിക്കില്ല കുഞ്ഞെ. മുത്തശ്ശ, ഞാൻ വിനയൻ ചേട്ടൻ എന്നെ ഒരു കളിക്കൂട്ടുകാരിയായാ കാണുന്നത്. അതാ എനിക്കും ഇഷ്ടം. ഭാര്യാസ്ഥാനം അത് ചിന്തിക്കാൻ കൂടി പാടില്ല. ഈ വീട്ടിൽ വേലക്കാരിയായി ഞാൻ എങ്ങനെയാണ്?
മുല്ലശ്ശേരി മാധവൻ മുത്തശ്ശന്റെ കൊച്ചുമകനായ വിനയനെ കല്യാണം കഴിക്കാൻ? മുത്തശ്ശനൊന്ന് ചിരിച്ചു. മുത്തശ്ശൻ പേടിച്ചു പോയി. അത്രേ ഉള്ളൂ അല്ലേ? അല്ലാതെ എൻ്റെ കുട്ടിക്ക് എൻ്റെ വിനയനെ ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു രഹസ്യം കൂടി മുത്തശ്ശൻ പറയാം. എൻ്റെ വസ്തുക്കളും സമ്പത്തും എല്ലാം വിനയൻ്റെ ഭാവിയിൽ വരാനുള്ള ഭാര്യയുടെ പേരിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിനക്കും എൻ്റെ വക്കീലിനും മാത്രമേ അറിയുള്ളൂ. പിന്നെ കൂട്ടത്തിൽ നിന്റെ അച്ഛനും അറിയാം. നിന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല മോളെ. എൻ്റെ വിനയൻകുട്ടനെ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതി. മുത്തശ്ശ, ഞാൻ വാക്കുകൾ പൂർണ്ണമാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നാൽ ഇതെല്ലാം ഒളുങ്ങി നിന്ന് കല്യാണി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഒട്ടും സമയം പാഴാക്കാതെ രാജേശ്വരിയോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു. അവൾക്ക് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട സ്വത്ത് വകകൾ എവിടെയോ കിടക്കുന്ന ഒരു പീർ പെണ്ണിന് ചെക്കന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം രാജേശ്വരി മാധവൻ നായരുടെ മുറിയിലെത്തി. അച്ഛാ, അച്ഛൻ എന്തറിഞ്ഞിട്ടാ ഈ കാണിക്കുന്നത്? ഞാനെല്ലാം അറിഞ്ഞു. നമ്മുടെ പരമ്പരാഗതമായ സ്വത്തുക്കളെല്ലാം അച്ഛൻ്റെ ചെറുകുടികളല്ലേ അനുഭവിക്കേണ്ടത്. അല്ലാതെ എവിടെയോ കിടന്ന ഒരു അനാഥനും വഞ്ചിക്കാരി പെണ്ണിനും കൊടുക്കാൻ എങ്ങനെ മനസ്സ് വന്നു? അപ്പോ നീ എല്ലാം അറിഞ്ഞു. അറിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. നാളെ അവരുടെ വിവാഹമാണ്. വലിയ ആർഭാടവും മേളവും ഒന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ കൂടാം. രജിസ്റ്റർ ഓഫീസിൽ ഒരു ഒപ്പ്, അത്രയേ ഉള്ളൂ. കല്യാണം എനിക്കൊരു വിഷയമല്ല അച്ഛാ. നമ്മുടെ കുടുംബവും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ണറ്റ് പേർക്ക് എഴുതി വെച്ചത്? ഇനി ഞാനൊന്നും ഒളിക്കുന്നില്ല രാജേശ്വരി. 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഴയുള്ള രാത്രിയിൽ നിന്നെ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടടിച്ചത് ഓർമ്മയുണ്ടോ? അത് കേട്ടതും രാജേശ്വരിയുടെ മുഖഭാവം മാറുന്നതും പെട്ടെന്നായിരുന്നു. അവർ ആകെ വിയർത്തു കുളിച്ചു. അന്ന് നിന്റെ വയറ്റില് ഒരു കുഞ്ഞു ജീവൻ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. നീ ഏറെ സ്നേഹിച്ച നിന്റെ കാമുകൻ നിനക്ക് സമ്മാനിച്ചു തന്നിട്ട് പോയ നിധി. പ്രസവശേഷം കാമുകനോടുള്ള ദേഷ്യത്തിൽ നീ ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കുഞ്ഞിനെ നീ കൊല്ലാൻ വരെ നോക്കി. ആ പാപം എൻ്റെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ എനിക്ക് അവനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കേണ്ടി വന്നു. ആ കുഞ്ഞാണ് വിനയൻ. അവന് ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു. ഓർഫനേജിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയ ആലീസിൻ്റെ മരണത്തോടെയാണ് 5 വയസ്സുകാരൻ്റെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടായത്. അവന് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. ഒടുവിൽ അവർക്ക് അവനെ നോക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ഏറ്റെടുത്തു, ഇവിടെ കൊണ്ടുവന്നു. നിനക്ക് അവനോട് സ്നേഹമില്ലായിരിക്കാം, പക്ഷേ അവൻ എൻ്റെ ചോരയാണ്. നിന്റെ മക്കളെക്കാളും ശുദ്ധ ഹൃദയമുള്ള മകൻ. രാജേശ്വരിയുടെ കാലുകൾ തളരുന്നത് പോലെ തോന്നി. ആ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരും അറിയാതെ രാജേശ്വരി തിരക്കിയിരുന്നു. എന്നാൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് അവൾക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞുപോയ കാലങ്ങൾ മറന്ന് പുതിയ ജീവിതത്തിലേക്ക് അവൾ കാലെടുത്ത് വെച്ചു. പക്ഷേ ഏതൊരമ്മയ്ക്കും ആദ്യത്തെ കുഞ്ഞ് ഒരനുഭവമാണ്. ആ കുഞ്ഞിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൻ്റെ കോണിൽ നിലനിന്നിരുന്നു. അവർ ആർത്ത് കരയാൻ തുടങ്ങി. അച്ഛാ, എൻ്റെ കുഞ്ഞ്, ഞാൻ അവനെ ഒരുപാട് അവഗണിച്ചു. ഇനിയെങ്കിലും എനിക്ക് അവനെ സ്നേഹിക്കണം, ഒരമ്മയായി. മോളെ, പറയാൻ എളുപ്പമാണ്. നീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയും 2 കുട്ടികളുടെ അമ്മയുമാണ്. നിന്റെ ഭൂതകാലം അവനറിഞ്ഞാ എന്താണ് സംഭവിക്കാന്ന് നിനക്കറിയാമോ? മക്കൾ പോലും നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. അത് നിനക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ ഗംഗാധരൻ, അവനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം നിന്നെ ആത്മാർത്ഥമായി അവൻ സ്നേഹിക്കുന്നില്ല. പണത്തിൻ്റെ ഈ പേരിൽ മാത്രമാണ് അവൻ നിന്നെ കൊണ്ടു നടക്കുന്നത്. അത് നീ എന്തെങ്കിലും തിരിച്ചറിയും. അവൻ്റെ മനസ്സ് ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നിന്നെ ഇല്ലാതാക്കാൻ വരെ അവൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം നമ്മൾ 2 പേരും മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ ഗംഗാധരൻ ചേട്ടൻ? അതേ മോളെ, നീ അറിയാത്ത പല കഥകളും ഈ അച്ഛനറിയാം. നിന്റെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് അച്ഛൻ ഒന്നും മിണ്ടാതെ പോകുന്നത്. എല്ലാം മാറ്റിമറിക്കാൻ നമ്മുടെ വിനയനെ കൊണ്ട് സാധിക്കും. അതിന് നില നമ്മുടെ ഒപ്പം ഉണ്ടാകും. കാണാൻ പോകുന്ന പൂരം എന്തിനു പറഞ്ഞറിയിക്കണം? അങ്ങനെ മുല്ലശ്ശേരി മാധവന്റെ മനസ്സിൽ തങ്ങി നിന്ന വർഷങ്ങളോളം പഴക്കമുള്ള ആ ഭൂതകാലം സ്വന്തം മകളോട് തുറന്നു പറഞ്ഞു. ഹൃദയത്തിൻ്റെ ഭാരം കുറച്ചു. പിന്നീട് മാറ്റങ്ങളുടെ കാലമായിരുന്നു. ദേശായി കുടുംബത്തിൽ വന്നത്. അങ്ങനെ നിളയുടെയും വിനയൻ്റെയും വിവാഹം കഴിഞ്ഞു. നിള ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി.
വീട്ടുജോലികൾ മറ്റു ജോലിക്കാരെ ഏൽപ്പിച്ചു. ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം നിളയും വിനയനും കൂടി പോയി. അവിടെ വിനയനായി ഒരു സ്പെഷ്യൽ റൂം തന്നെ തയ്യാറാക്കിയിരുന്നു. വിനയൻ ചിത്രരചനയിൽ അതീവ കഴിവ് തന്നെയുണ്ടായിരുന്നു. തുണികളിലെ ചിത്രലുകളും ഡിസൈൻ വർക്കും അവൻ ചെയ്തു. നിള അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു. വിനയന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ നിളയും ഒരുപാട് പരിശ്രമിച്ചിരുന്നു. അവൻ്റെ ഡിസൈനുകൾ വെച്ച് സാരികളും വസ്ത്രങ്ങളും വിപണിയിൽ ഇറങ്ങി. അങ്ങനെ ദിവസങ്ങൾ വെച്ച് പടിപടിയായി ബിസിനസ് മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ വിനയാസ് ചിത്രശില്പം എന്ന പുതിയ ബ്രാൻഡ് ഓപ്പണാക്കി. അത് വിപണിയിൽ മികച്ച രീതിയിൽ മുന്നേറി. വിനയന്റെ ഡിസൈനുകൾ വിദേശികൾ പോലും ആകൃഷ്ടരായി. എന്നാൽ ഇതെല്ലാം അസൂയയോടെ കണ്ടുകൊണ്ട് ഗംഗാധരനും മക്കളും നിളയെ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. രാജേശ്വരിയിലുണ്ടായ മാറ്റവും അവർക്ക് ഏറെ സംശയങ്ങൾ ഉളവാക്കി. അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം കായൽക്കരയിൽ നിളയും രാജേശ്വരിയും വിനയനും മുത്തശ്ശനും ചായ കുടിച്ച് കഥകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗംഗാധരന്റെ വരവ്. ഗംഗാധരൻ ചേട്ടാ വരൂ, ചായ കുടിക്കാം, രാജേശ്വരി വിളിച്ചു. എല്ലാവരും ഉണ്ടല്ലോ, എനിക്കും എടുക്ക് ഒരു കപ്പ് ചായ. നല്ല തണുത്ത കാറ്റ്, ചൂട് ചായ, ഒരു പ്രത്യേക ഫീൽ തന്നെയല്ലേ അല്ലേ രാജേശ്വരി? അത് പിന്നെ പറയാനുണ്ടോ ചേട്ടാ, ബിസിനസ്സൊക്കെ ദിനം പ്രതി കുതിച്ചു കയറുകയാണല്ലോ. എന്തായാലും നിളയും വിനയനും നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ അച്ഛാ? അച്ഛാ, എൻ്റെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് കാണിച്ചാൽ നമ്മുടെ വിനയൻ നോർമൽ ആവാൻ സാധ്യതയുണ്ട്. പേരുകേട്ട ന്യൂറോൺ സർജനാ. ഇപ്പോൾ അമേരിക്കയിലാണ് ജോലി. എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ എപ്പോൾ വിളിച്ചാലും അവൻ ഇവിടെ ലാൻഡ് ചെയ്യും. എന്തു പറയുന്നു? നമുക്ക് ഇവനൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കിയാലോ? ഗംഗാധര, ഞാനൊന്ന് ആലോചിക്കട്ടെ. വേഗം പറയണം, അവന് ലീവിന് വരുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. അതും പറഞ്ഞ് ഗംഗാധരൻ അവിടെ നിന്ന് പോയി. അയാൾ മുറിയിലെത്തി ഉടനെ ഫോണെടുത്ത് ഡോക്ടറിനെ വിളിച്ചു. ഹലോ നൻപ, സൗഖ്യമാവനക്ക്? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇവിടെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ കൈയും കാലും തളർന്ന് ചലിക്കാനാവാതെ ഒരേ കിടപ്പ് കിടത്തണം. പിന്നെ നിലയുടെ കാര്യം, അവളെ ആ കായലിൽ തന്നെ മുക്കിക്കൊല്ലണം. രണ്ടു തീർന്നാൽ പിന്നെ കിളവനും മല്ലികയും. അതിൻ്റെ രണ്ടിനെയും പൂട്ടാനുള്ള താക്കോല് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട വസ്തുവകകൾ അനുഭവിക്കാൻ മറ്റാരെയും സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് നിന്റെ മോനെയും എൻ്റെ മോളെയും കൊണ്ട് കല്യാണം, ഒരു മാറ്റ കല്യാണം. പകരം എൻ്റെ മകൻ നിനക്ക് മരുമകൾ, നിന്റെ മകൾ എനിക്ക് മരുമകൾ. മറുതലയ്ക്കിൽ നിന്നുള്ള ഉത്തരം ഇതായിരുന്നു. ശരിയടാ, എന്നാ എല്ലാം ഓക്കെ. ഞാൻ നാളെ തന്നെ അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാനിങ് എല്ലാം വർക്കൗട്ട് ആയ ഈ ലോകം അറിയാത്ത എൻ്റെ പെങ്ങൾ നിന്റെ ഭാര്യയായി അവിടെ ഉണ്ടാകും. നിന്നെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നീ ഒരു കാശുകാരിയെ കണ്ടപ്പോൾ അവൾ ഇട്ടിറങ്ങിപ്പോയി. അവൾ എന്നും നിന്നെ കാത്തിരിപ്പുണ്ട്, ആ ഡോക്ടർ പറഞ്ഞു. ആര് പറഞ്ഞു ഞാൻ ഇട്ടിറങ്ങിപ്പോയെന്ന്? നിന്നോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനവളെ കല്യാണം കഴിച്ച് രഹസ്യമായി. രാജേശ്വരി പോലും അറിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ടൂർ എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിലേക്ക് ഞാൻ വരുന്നത് അവളോടൊപ്പം ചിലവഴിക്കാനാണ്. എൻ്റെ മക്കൾ എന്നോടൊപ്പം നിൽക്കൂ. അവരെ പെറ്റത് രാജേശ്വരി ആണെങ്കിലും അവർ എൻ്റെ മക്കളായാണ് വളർന്നത്. രാജേശ്വരി കഴിഞ്ഞു. അവർക്കിനി അമ്മ അന്ന ജോൺ നിന്റെ പെങ്ങളായിരിക്കും. എല്ലാം നടക്കൂടെ? നടക്കുമെടാ, നടക്കും. ശരി രാജേശ്വരി, എത്താറായി. ഓക്കേടാ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ന്യൂറോ സർജനായ ഡോക്ടർ അലക്സാണ്ടർ ഇന്ത്യയിലെത്തി. വളരെ ഗാംഭീര്യമായ തന്നെയാണ് ദേശായി കുടുംബം അയാളെ സ്വീകരിച്ചത്. എന്നാൽ ഈ സമയം നിളയനും വിനയനും കൂടി കായൽക്കരയിലുള്ള നിളയുടെ വീട്ടിലായിരുന്നു. നിളയുടെ അച്ഛാ, ഈ മീനിന്റെ പേരെന്താ? ഇതാണ് കുട്ട മഞ്ഞക്കൂരി. മഞ്ഞൂടി, മഞ്ഞളരി. എന്തായി അമ്മാവനും മരുമോനും? വല്ലതും നടക്കോ? നില വന്ന് ചോദിച്ചു. നീലക്കുട്ടി, മഞ്ഞളരി കണ്ടോ? എൻ്റെ വിനയൻ ചേട്ടാ, ഇത് മഞ്ഞളരളിയും ചുവന്ന രളിയൊന്നും അല്ല, ഇതാണ് മഞ്ഞക്കൂരി, കേട്ടോ? അച്ഛ പറഞ്ഞല്ലോ മഞ്ഞൂരിന്ന്. ഇത് കേട്ട് നിളയുടെ അച്ഛൻ ചിരിച്ചു. രണ്ടുപേരും ചിരിച്ചിരിച്ചിരിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ. കപ്പ അതാ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മീനും കൂടെ കിട്ടിയാ? റെഡിയായി മോളെ, വൃത്തിയാക്കിയിട്ടുണ്ട്. വിനയം മോന് ഇത് വറുത്തു കൊടുക്ക്. പൊളി സാധന. നീലപ്പെണ്ണെ, വേഗം വറുത്തിട്ടാ. ഓ ഉത്തരവേ. അന്ന് നിളയുടെ വീട് സന്തോഷപൂർണമായിരുന്നു. അന്ന് രാത്രി
നാളെ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്ത് പോവോ നിലക്കുട്ടി? എന്താ വിനയൻ ചേട്ടൻ പോകാൻ ധൃതിയായോ? ഇവിടെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിവിടെയാ ഇഷ്ടം. നിലക്കുട്ടി നമ്മുടെ മുത്തശ്ശനും കൂടി കൂട്ടായിരുന്നു. നിലക്കുട്ടി എനിക്ക് രാത്രി വള്ളത്തിൽ പോകണം. രാത്രി വള്ളത്തിൽ പോയാലേ മാക്കാൻ പിടിക്കും. മാക്കാനോ? അതെന്റെ സാധന? ആ, അത് പേടിപ്പിക്കാൻ വരുന്ന ഒരു സാധനമാണ്. ഓ, എനിക്ക് പോണ്ട നിലക്കുട്ടി, എനിക്ക് പേടിയാവുന്നു. നീല അവനെ കെട്ടിപ്പിടിച്ചു. ഇപ്പോ പേടിയാവുന്നുണ്ടോ? ഇല്ല. നിലക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്ക എന്ത് രസാ. എനിക്ക് കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, മിനിയൻ ചേട്ടൻ കണ്ണടച്ച് കിടക്കോ? കിടക്കാം. നീലക്കുട്ടി പോവല്ലേ. അവനൊരു കൊച്ചുകുട്ടിയെ പോലെ നിലയുടെ നെഞ്ചിൽ ചേർന്ന് മയങ്ങി. അവളുടെ കൈകൾ അവനെ മെല്ലെ തലോടി. അവർ നിദ്രയെ പോകി. പിറ്റേന്ന് അച്ഛനോട് യാത്ര പറഞ്ഞ് അവർ വഞ്ചിയിൽ കയറി ദേശായി കുടുംബത്തിലേക്ക് യാത്ര തുടങ്ങി. നിർഭാഗ്യവശാൽ കായലിന്റെ നടുക്കെത്തിയതും കാറ്റും കോളും വന്നു. വഞ്ചി ആടി ഉലയാൻ തുടങ്ങി. നിലക്കുട്ടി, പേടിയാകുന്നു. വിനയൻ പേടിച്ച് കരയാൻ തുടങ്ങി. നില മറുകരയിലെത്താൻ ആഞ്ഞു തുഴയുന്നുണ്ട്. എന്നാൽ വഞ്ചി അവളുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയായിരുന്നു. ചുറ്റുവട്ടത്ത് ആരെയും കാണുന്നില്ല. തൻ്റെ ഉള്ളിലുള്ള കനൽ പുറത്തു കാട്ടാതെ വിനയനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. വിനയൻ ചേട്ടൻ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശക്തമായ കാറ്റിൽ വഞ്ചി മുങ്ങി. വിനയൻ തെറിച്ചു വീണു. എന്നാൽ കുട്ടനാടിന്റെ കായലിൽ നീന്തി വളർന്ന നിളയ്ക്ക് കായലിന്റെ ഒഴുക്കിനെക്കുറിച്ചും അതിന്റെ സ്പന്ദനങ്ങളും കാണാപ്പാടമായിരുന്നു. അവൾ നീന്തി വിനയന്റെ തലമുടിയിൽ പിടുത്തമിട്ടു. ഒരുവിധം കഷ്ടപ്പെട്ട് കരയിലെത്തിച്ചു. അപ്പോഴേക്കും മുത്തശ്ശനും ഓടി വന്നു. മല്ലികയും മുത്തശ്ശനും ഗംഗാധരനും അലക്സാണ്ടറും കൂടി വിനയനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പെട്ടെന്ന് തന്നെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞ് ഗംഗാധരനും അലക്സാണ്ടറും മുത്തശ്ശനും കൂടി ഡോക്ടറിന്റെ ക്യാബിനിലെത്തി. ഡോക്ടർ അവരെ അകത്തേക്കിരുത്തി. സി വിനയൻ, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഉള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് ഒന്ന് ഞാൻ പറയാം. അയാൾക്ക് ബോധം വരുമ്പോൾ എന്ത് സംഭവിക്കാം. ആദ്യത്തെ ഷോക്കിൽ സംഭവിച്ച ബുദ്ധിമാന്ദ്യം ഇപ്പോഴത്തെ ഷോക്കിനാൽ പരിഹരിക്കപ്പെടും. എന്നാൽ 1 ഇയർ അകത്തുള്ള കാര്യങ്ങൾ അവൻ്റെ മെമ്മറിയിൽ നിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറയുന്നത് തന്നെ ഡോക്ടർ അലക്സാണ്ടറിന് മനസ്സിലാകുമെന്ന് കരുതുന്നു. യെസ്, ഐ നോ. എന്നിരുന്നാലും അവൻ്റെ ബുദ്ധി തിരിച്ചു വരുമല്ലോ. അലക്സാണ്ടർ ഒന്ന് മങ്ങിയ ചിരി ചിരിച്ചു. മുത്തശ്ശനാകട്ടെ അവൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. ഞാൻ നിലയെ ചെന്ന് കാണട്ടെ, അവൾ ആകെ വിഷമിച്ചിരിക്കാവും. ഇതും പറഞ്ഞ് മുത്തശ്ശൻ നിലയ്ക്കരികിലേക്ക് പോയി. ഗംഗാധരനും അലക്സാണ്ടറും ക്യാബിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. എടാ ഗംഗാധര, നമ്മുടെ പ്ലാനിങ് എല്ലാം തകരുകയാണല്ലോ. അലക്സാണ്ടറിന്റെ മുഖം മുറുകി. അവന് സ്വബോധം വീണ്ടെടുത്ത കളി നമ്മൾ മാറ്റിക്കളിക്കേണ്ടി വരും. ഇനി ഞാൻ ഇവിടെ തുടരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നാളെ തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാനിനി ഗ്യാലറിയിലിരുന്ന് കളി കാണാം. എന്താ പറയുന്നു അളിയാ? അതും പറഞ്ഞ് അലക്സാണ്ടർ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ഡോക്ടർ വിനയനെ പരിശോധിച്ച ശേഷം മുത്തശ്ശൻ്റെ അരികിലെത്തി. പേടിക്കാനൊന്നുമില്ല, ഹീസ് ഓൾ റൈറ്റ്, ഫിസിക്കലി മെൻ്റലി. ഡോക്ടർ ദീർഘമായി നിശ്വസിച്ചു. പെട്ടെന്നൊരു നഴ്സ് ഓടി വന്നു. ഡോക്ടർ, പേഷ്യൻ്റ് കണ്ണുറന്നു, ആളാകെ വയലൻ്റാണ്, ഒന്ന് വേഗം വരണം. ഡോക്ടർ അകത്തേക്ക് ചെന്നു. ഈ സമയം വിനയന്റെ മനസ്സിൽ ആലീസിന്റെ മരണം ഉൾക്കൊള്ളാൻ പാടുപെടുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ മുത്തശ്ശന്റെ മുഖവും. എനിക്ക് മുത്തശ്ശനെ കാണണം. വിനയ, റിലാക്സ്, മുത്തശ്ശനെ കാണാം. ഞാൻ ഡോക്ടറാണ്. വിനയൻ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, കൂൾമാൻ. ഉടനെ ഡോക്ടർ മുത്തശ്ശനെ വിളിച്ചു. മുത്തശ്ശ, എനിക്ക് എന്താ പറ്റിയത്? തലവേദനിക്കുന്നു. എനിക്ക് ആരുടെയൊക്കെയോ മുഖം. മോനെ, ഒന്നുമില്ല, ഒന്ന് വീണു, അത്രേ ഉള്ളൂ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശരിയാകും, മുത്തശ്ശൻ പറഞ്ഞു. അതെ, ഒന്ന് ഉറങ്ങി എണീറ്റാ എല്ലാം ശരിയാവും. ഓക്കെ, ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് വിനയനെ റൂമിലേക്ക് മാറ്റി. വിവരം അറിഞ്ഞ് നില വിനയന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഒരുക്കി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. വിനയൻ ചേട്ടാ, അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് മുറിയിലെത്തി. അവിടെ മുത്തശ്ശനും മല്ലികയും ഗംഗാധരനും കല്യാണിയും അഭിഷേകും ചുറ്റിനും നിൽക്കുന്നു. നിലയുടെ വിളി കേട്ട് എല്ലാവരും അവളെ തന്നെ തുറിച്ചു നോക്കി. മുത്തശ്ശൻ അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ ചെന്ന് എന്നിട്ട് സന്തോഷത്തോടെ വിനയോട് പറഞ്ഞു. വിനയൻ ചേട്ടൻ്റെ നിലക്കുട്ടി എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന് അറിയോ? കപ്പയും മീനും. വീട്ടിൽ വന്നപ്പോ വിനയൻ ചേട്ടൻ എന്ത് ഇഷ്ടത്തോടെയാ കഴിച്ചത്. ഞാൻ വിളമ്പട്ടെ? മുത്തശ്ശ, ഇതാരാ ഈ കുട്ടി? എവിടെയോ കണ്ടു മറന്നു പോലെ. വിനയന്റെ ആ പറച്ചിൽ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. ഗംഗാധരന്റെ ഉള്ളിൽ ഒരു ചെറിയ ലഡു പൊട്ടി. പെട്ടെന്ന് ഗംഗാധരൻ എടുത്ത വയൽ ചോദിച്ചു. ഏത് നിന്റെ ഭാര്യ നീല? അക്കരയാ താമസം. വഞ്ചിക്കാരി നീല.
മോനൊന്നും ഓർക്കാൻ കഴിയുന്നില്ലേ? എന്റെ ഭാര്യയോ? ഇവളോ? മുത്തശ്ശ, ഇവൾ നമ്മുടെ വീട്ടിൽ ജോലിക്കാരിയല്ലേ, ഇവൾ എങ്ങനെ എന്റെ ഭാര്യയായി? വിനയൻ അലറി. എല്ലാത്തിനും കാരണം ഈ മുത്തശ്ശനാ വിനയാ. ചേട്ടാ, ചേട്ടന് സുഖമില്ലാത്തത് കൊണ്ട് ചേട്ടനെ നോക്കാൻ വന്ന നഴ്സ് അത്ര വിചാരിച്ചാൽ മതി. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പ്, അതൊരു ഡിവോഴ്സ് പേപ്പർ ശരിയാക്കിയ ഈ ശല്യം എവിടുന്ന് പൊയ്ക്കോളൂ, കല്യാണി പറഞ്ഞു. അഭിഷേകം ശരിവെച്ചു. നിളയുടെ കണ്ണ് നിർഭൂമിയിൽ പതിച്ചു. എന്ത് പറയണമെന്നറിയാതെ മുത്തശ്ശനും രാജേശ്വരിയും സ്തംഭിച്ചു നിന്നു. ഇവളോട് ഇവിടുന്ന് പോകാൻ പറ മുത്തശ്ശ, എനിക്ക് അറപ്പ് തോന്നുന്നു, വിനയൻ ആക്രോശിച്ചു. ഞാൻ പോവാം, ആരെ വിഷമിക്കണമെന്ന് കരുതി വന്നതല്ല. ഞാൻ ഇറങ്ങി മുഴുവിപ്പിക്കാനാകാതെ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. ശത്രുപക്ഷത്ത് പുതിയ കളികൾക്കായി കരുക്കൾ നീങ്ങിത്തുടങ്ങി. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. നിള വീണ്ടും ദേശായി കുടുംബത്തിലെ ജോലികളിൽ വ്യാപൃതയായി. വിനയനും ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ഭംഗിയായി ഏറ്റെടുത്തിരുന്നു. നിലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പാടെ അവന്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ ഗംഗാധരനും മക്കളും നല്ല രീതിയിൽ പരിശ്രമിച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുനിങ്ങിയ നിളയെ മുത്തശ്ശൻ വിളിച്ചു. മോളെ, ക്ഷമിക്കൂ, മുത്തശ്ശന് തെറ്റുപറ്റിപ്പോയി. പക്ഷേ മുത്തശ്ശന് പ്രതീക്ഷയുണ്ട്. അവൻ മോളെ തിരിച്ചറിയും. മോളിപ്പോഴും അവന്റെ ഭാര്യ തന്നെയാണ്. സാരമില്ല മുത്തശ്ശ, ഒരു ചെറിയ നാടകത്തില് എനിക്കൊരു ഭാര്യാവേഷം കെട്ടേണ്ടി വന്നു. അത് കഴിയുമ്പോൾ ഈ നില ആർക്ക് ശല്യാവാതെ എൻ്റെ അച്ഛനൊപ്പം എൻ്റെ ലളിതമായ ജീവിതത്തിലേക്ക് മടങ്ങും. പിറ്റേന്ന് പതിവ് പോലെ വിനയൻ ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അവിടെ നിളയും വിനയനും തുടങ്ങി വെച്ച ബ്രാൻഡിന് ആവശ്യക്കാർ ഏറെയായിരുന്നു. നില ഓഫീസിലെത്തിയതും വിനയൻ അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. മേ കമ്മിങ്? യെസ് കമ്മിങ്. ഒരു ഭാവഭേദവും ഇല്ലാതെ വിനയൻ ഇരിക്കുന്നുണ്ടായിരുന്നു. താൻ ഇരിക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. തന്നോട് ഇരിക്കാനല്ലേ പറഞ്ഞത്, വിനയൻ ക്ഷുഭിതനായി പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച് പറിച്ച് നില അവിടെ ഇരുന്നു. താൻ ഇവിടെ തൻ്റെ പഴയ ജോലി തുടർന്നോളൂ, അതിനുള്ള ശമ്പളം ഞാൻ തരും. പിന്നെ ഭാര്യ എന്ന പദവി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. താൻ എന്നോടൊപ്പം ഉണ്ടാകണം. നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം. എന്താ, ഓക്കെ അല്ലേ? വിനയൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കാരിരുമ്പ് കുത്തിയിറക്കുന്ന വേദന ഉളവാക്കി. ഇതേ സമയം ഗംഗാധരനും അലക്സാണ്ടറും പുതിയ തന്ത്രം മെനഞ്ഞു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ ഓടിയകന്നു. ഓഫീസിൽ വിനയൻ പുതിയ പ്രോജക്റ്റിന്റെ ഫയൽ നോക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഗംഗാധരൻ അങ്ങോട്ടേക്ക് എത്തിയത്. കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മോനെ വിനയ, തിരക്കിലാണോ? ആ, ഇതാരാ? ഗംഗാധരനെങ്കിലോ? കുറച്ച് തിരക്കിലാ, എന്നാലേ സാരമില്ല. എന്താ വിശേഷിച്ച് ഈ കുട്ടി? ആ, അത് പറയാനാ അങ്കിള് വന്നത്. ഇത് എലീന അലക്സാണ്ടർ. അലക്സാണ്ടർ എൻ്റെ ഫ്രണ്ട്, മോൻ അറിയില്ലേ? അവൻ്റെ ഒരു മകൾ. അവൾ അമേരിക്കയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഫാഷൻ ഡിസൈനിങ്ങിലാണ് അവളുടെ പാഷൻ. അപ്പോഴാണ് ഞാൻ നമ്മുടെ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് പറഞ്ഞത്. വിനയനെ കുറിച്ച് അവൾക്കറിയാം. എന്തായാലും ഓനൊരു പ്രൈവറ്റ് സെക്രട്ടറി വേണം. നിലവിൽ നിലയാണല്ലോ. അവളെ ഒഴിവാക്കി ആ പോസ്റ്റിൽ എലീനായ മോൻ്റെ ലെവൽ തന്നെ മാറും. എന്തു പറയുന്നു? അതെങ്കിൽ മുത്തശ്ശനോട് ചോദിച്ചിട്ട്. മുത്തശ്ശന് മോൻ്റെ തീരുമാനങ്ങൾക്ക് 100 സമ്മതമായിരിക്കും. ഇനി ഒന്നും ആലോചിക്കണ്ട, നാളെ തന്നെ അവൾ ജോയിൻ ചെയ്യും. എന്തു പറയുന്നു? ആ, ഓക്കെ അങ്കിൾ. താങ്ക്സ് സാർ. ഇതെൻ്റെ സ്വപ്നമാണ്. കണ്ടില്ലേ അവളുടെ സന്തോഷം? അവൾ നിനക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ അങ്കിൾ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ എലീന, സീ യു ടുമാറോ. എലീനയും ഗംഗാധരനും കാറിൽ അവരുടെ പ്ലാൻ മെനയുകയായിരുന്നു. അങ്കിൾ, ആദ്യത്തെ ചുവടുവയ്പ് സക്സസ്. ഇനി മുന്നോട്ട് വിനയൻ്റെ വിശ്വാസം, സ്നേഹം, അത് പിന്നെ പ്രണയം, അങ്ങനെ ഒടുവിൽ അവൻ്റെ സ്വത്ത് വകകൾ നമ്മുടെ കൈകളിൽ. എലീന കൊലച്ചിരി ചിരിച്ചു. അങ്കിളിൻ്റെ പണി അതുകൊണ്ടൊന്നും തീരുന്നില്ല മോളെ. സ്വത്തുക്കൾ കൈക്കലാക്കിയാൽ രാജേശ്വരിയെയും ആ കിളവനെയും പരലോകത്തേക്ക് അയക്കണം. പിന്നെ എൻ്റെ മക്കളും നിന്റെ ആൻറ്റിയും പിന്നെ നിങ്ങളും. ഗംഗാധരൻ്റെ ആ ചിരി ആ കാറിനുള്ളിൽ പ്രകമ്പനമുണ്ടാക്കി. ഇതേ സമയം ടെക്സൈസിലെ പഴയ വിനയൻ്റെ മുറിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിനയൻ്റെ വാക്കുകൾ വെള്ളിടി പോലെ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വിനയൻ ചിത്രങ്ങൾ വരയ്ക്കാറുള്ള ചായക്കൂട്ടുകളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. കുറച്ചു നേരം പഴയ ഓർമ്മകളിലേക്ക് അലിഞ്ഞു ചേർന്നു. അപ്പോഴും അവളുടെ കൈകൾ വിനയൻ്റെ താലി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. മോളെ, നിലേ. രാജേശ്വരി അവളെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് അവൾ സ്വപ്നലോകത്ത് നിന്ന് ഞെട്ടി ഉണർന്നു. രാജേശ്വരിയെ കണ്ടതും സകലതും മറന്ന് അവൾ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞു. മോളെ, എന്തിനാ നീ കരയുന്നത്? എന്താ ഉണ്ടായത്? എന്നോട് പറയേ. നടന്ന കാര്യങ്ങളെല്ലാം നില രാജേശ്വരിയോട് പറഞ്ഞു.
മോളെ, ഈ കാര്യം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു കാരണവശാലും അച്ഛൻ ഇതറിയരുത്. അച്ഛന് താങ്ങാൻ കഴിയില്ല. മോള് ലീവെടുത്ത് വീട്ടിൽ പൊയ്ക്കോളൂ. പിറ്റേന്ന് ദേശായി കുടുംബത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. രാജേശ്വരി വിളമ്പി കൊടുക്കുമ്പോൾ നിള വിനയന് പ്രിയപ്പെട്ട കുട്ടനാടൻ കരിമീൻ വറുത്തത് അവൻ്റെ പ്ലേറ്റിലേക്ക് വെക്കാൻ ആഞ്ഞു. വേണ്ട, എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുത്തോളാം. നീ പോയി നിന്റെ ജോലി നോക്ക്. വിനയന്റെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നു. ആ കൈകൾ അന്തരീക്ഷത്തിൽ വെറുതെ തങ്ങി നിന്നു. വിനയ, നീ എന്താ ഈ കാണിക്കുന്നത്? അവൾ നിന്റെ ഭാര്യയാണ്. മുത്തശ്ശൻ ശബ്ദമുയർത്തി. ഭാര്യയോ? മുത്തശ്ശൻ, ഞാൻ ഇവിടെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. അപ്പോഴാണ് വിനയന്റെ ഫോൺ റിങ് ചെയ്തത്. ഹലോ ഹെലീന. ഓക്കെ, എന്താ വരുന്നു. അവൻ ഫോൺ കട്ട് ചെയ്ത് എഴുന്നേറ്റു. എനിക്ക് സിറ്റിയിലെ ക്ലബിൽ ഡിന്നറുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. വിനയൻ എഴുന്നേറ്റ് കൈ കഴുകി. നിളയുടെ കണ്ണുകൾ നിറഞ്ഞു. വിനയൻ ഹാളിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം ആ മുറിയിൽ പടർന്നു. പണ്ട് അവൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ പഴയ ചന്ദനത്തിൻ്റെ ഗന്ധം അവൻ പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ടെക്സ്റ്റൈൽസിൽ ഓഫീസിൽ വെച്ച് നിള ഒരു പുതിയ ഡിസൈൻ കാണിക്കാൻ വിനയൻ്റെ മുറിയിലേക്ക് ചെന്നു. വിനയൻ തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു. കൂടെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ തലവനും അയാളുടെ പുതിയ സുഹൃത്തായ ശ്വേതയുമുണ്ട്. സാർ, ഈ സാരിയുടെ ബോർഡറിൽ നമുക്ക് ആ പഴയ ആമ്പൽപ്പൂവിൻ്റെ ഡിസൈൻ നൽകിയാലോ? നില ചോദിച്ചു. ഹെലീന പരിഹാസത്തോടെ ചിരിച്ചു. വിനയ് സാർ, ഇതാണോ ആ ഡിസൈനർ കുട്ടി? ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയ കാര്യങ്ങളാണല്ലോ ഇവൾ പറയുന്നത്. വിനയൻ നിലയെ പുച്ഛത്തോടെ നോക്കി. നിലയെ, നീ നിന്റെ പരിധി മറക്കരുത്. എൻ്റെ ബിസിനസ്സിൽ ഇനി നിന്റെ പഴയ ഐഡിയകൾ വേണ്ട. നീ വെറുമൊരു ഡിസൈൻ അസിസ്റ്റന്റ് മാത്രമാണ്. പുറത്തു പോ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എലീനയുണ്ട്. ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ന്യൂ ഡിസൈനർ. നിലയുടെ ഹൃദയം നുറുങ്ങിപ്പോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള ആ അപമാനം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. രാത്രി വൈകി വിനയൻ വീട്ടിലെത്തിയപ്പോൾ നിള പൂമുഖത്ത് അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിനയൻ ചേട്ടാ, നമുക്കൊന്ന് സംസാരിക്കാമോ? വിനയൻ അവൾക്ക് നേരെ നോക്കുക പോലും ചെയ്യാതെ തൻ്റെ വാച്ചഴിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല. നാളെ ഞാനൊരു വക്കീലിനെ കാണുന്നുണ്ട്. നമ്മുടെ ഈ അനാവശ്യ ബന്ധം നിയമപരമായി വേർപെടുത്തണം. നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ ശല്യം ചെയ്യരുത്. അവൻ തൻ്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. നിള ആ അടങ്ങിയ വാതിലിന് മുന്നിൽ തകർന്നിരുന്നു. താൻ സ്നേഹിച്ച ആ നിഷ്കളങ്കനായ വിനയൻ ഈ പുതിയ വ്യക്തിത്വത്തിന് അടിയിൽ എവിടെയോ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഈ അവഗണന അവളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഇരുട്ടിൽ നിന്ന് അഭിഷേക് ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് എത്തിയത്. എന്താ നിളെ, റാണിയാകാൻ വന്ന് നിനക്കിപ്പോ തെരുവിലെ പിച്ചക്കാരത്തിയുടെ വില പോലും ഇല്ലല്ലോ. വിനയൻ തന്നെ നിന്നെ പുറത്താകും, നീ നോക്കിക്കോ. നിള കണ്ണു തുടച്ചെഴുന്നേറ്റു. വിനയൻ ചേട്ടൻ എന്നെ പുറത്താക്കിക്കോട്ടെ. പക്ഷേ അന്ന് ഞാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തകർന്നിട്ടാകില്ല. നിളയുടെ മനസ്സിൽ പുതിയൊരു വാശി ജനിക്കുകയായിരുന്നു. വിനയനെ സത്യം ബോധ്യപ്പെടുത്താൻ അവൾക്ക് അവൻ്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. വിനയന്റെ ഓരോ വാക്കും നിളയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവൾ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മല്ലികയും അവൾക്ക് കരുത്തായി കൂടി നിന്നു. മോളെ, നീ വിഷമിക്കേണ്ട. അവൻ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. മല്ലിക നിളയെ ചേർത്ത് പിടിച്ചു, ആശ്വസിപ്പിച്ചു. ഒരു ദിവസം രാവിലെ വിനയൻ ടെക്സൈസിൽ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായ എലീനയ്ക്കൊപ്പം വരാന്തയിൽ നിൽക്കുമ്പോൾ നിള അവിടെ എത്തി. വിനയന് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ചില ഫയലുകൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. വിനയ് സാർ, സാറിൻ്റെ വീട്ടിൽ ഈ ജോലിക്കാരിയായ ഇവൾക്ക് ഡ്രസ്സിങ് സെൻസും ഇല്ല, മാനേഴ്സും ഇല്ല. ഇവളെന്തിനാ ഇപ്പോഴിവിടെ നിർത്തിയിരിക്കുന്നത്? എലീന പരിഹാസത്തോടെ നിളയെ നോക്കി ചോദിച്ചു. വിനയൻ നിളയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. അവൾക്ക് പോകാൻ ഒരിടമില്ലാത്തതുകൊണ്ട് മുത്തശ്ശൻ നിർത്തിയിരിക്കുന്നതാ നിളയെ. നീ ഈ ഫയലുകൾ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം പോ. എൻ്റെ അനുവാദമില്ലാതെ മുന്നിൽ വന്ന് നിൽക്കരുത്. നിളയുടെ കണ്ണുകൾ നിറഞ്ഞു. വിനയന്റെ വാക്കുകൾ പണ്ട് അവൻ അവളോട് കാണിച്ചിരുന്ന എല്ലാ സ്നേഹത്തെയും ഇല്ലാതാകുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ ഫയലുകൾ വെച്ച് വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി. അന്ന് വൈകുന്നേരം കായലിൽ വലിയൊരു കാറ്റും മഴയുണ്ടായി. വിനയൻ ഓഫീസിൽ നിന്നും വരാൻ വൈകി. രാജേശ്വരിയും മുത്തശ്ശനും ഉത്കണ്ഠയോടെ കാത്തിരുന്നു. നിള ഉമ്മറത്ത് മഴ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വിനയന്റെ കാർ ഗേറ്റിന് മുന്നിൽ വന്ന് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ വിനയൻ മഴയിൽ നനഞ്ഞു കുതിർന്നാണ് അകത്തേക്ക് വന്നത്. അവൻ നടന്നു നീങ്ങുമ്പോൾ കാല് തന്നെ വീഴാൻ പോയി. നിള ഓടിച്ചെന്ന് അവനെ താങ്ങാൻ നോക്കി. എന്നെ തുടരുത്. വിനയൻ അവളെ തള്ളിമാറ്റി. നിന്റെ ഈ സഹതാപം എനിക്ക് വേണ്ട. നിനക്ക് പണമാണല്ലോ വേണ്ടത്. അത് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നത്? നിള തകർന്നു പോയി. വിനയൻ ചേട്ടാ, എനിക്ക് പണമല്ല വേണ്ടത്, നിങ്ങളുടെ സ്നേഹമാണ്. പണ്ട് നമ്മൾ കായലിൽ വെള്ളം തൊഴുകി പോയത് നിങ്ങൾ മറന്നുപോയോ?
അതൊക്കെ ഒരു ബുദ്ധിഹീനന്റെ പാഴ്ക്കിനാവുകളായിരുന്നു. എനിക്കതൊന്നും ഓർമ്മിക്കേണ്ട. നീ എൻ്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. വിനയൻ ദേഷ്യത്തോടെ തന്നെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. രാത്രിയിൽ നില കായൽക്കരയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. കായലിൻ്റെ ഓളങ്ങൾ അവളുടെ സങ്കടം ഏറ്റുവാങ്ങുന്നത് പോലെ തോന്നി. വിനയന്റെ ഈ മാറ്റം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. അവൻ അവളെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ മുത്തശ്ശൻ നിലയെ വിളിച്ചു. മോളെ, വിനയന്റെ മാറ്റം എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നീ തളരരുത്. അവൻ്റെ ഉള്ളിലെ ആ പഴയ വിനയനെ പുറത്തെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. മുത്തശ്ശന്റെ വാക്കുകൾ നിലയ്ക്ക് അല്പ ആശ്വാസം നൽകി. എങ്കിലും വിനയന്റെ അവഗണനയുടെ ആഴം എത്രത്തോളമാണെന്ന് അവൾക്ക് ബോധ്യമായി കൊണ്ടിരുന്നു. അവൻ അവളെ തൻ്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം എലീന വിനയന്റെ മനസ്സിൽ പതിയെ പതിയെ ചേക്കേറാൻ തുടങ്ങിയിരുന്നു. ടെക്സ്റ്റൈൽസിൽ വെച്ചുള്ള അവരുടെ കളിച്ചിരികളും കൊഞ്ചലും മറ്റ് സ്റ്റാഫുകൾ മുറുമുറുപ്പുകൾ ഉണ്ടാക്കി. അവൾ നിലയെ ദയനീയമായി നോക്കി. അപ്പോഴും അവൾ തൻ്റെ താലിച്ചരടിൽ മുറുകെ പിടിച്ചിരുന്നു. അതേസമയം അഭിഷേകവും ഗംഗാധരനും ചേർന്ന് നിലയെ അപമാനിക്കാനുള്ള പുതിയ തന്ത്രം മെനയുകയായിരുന്നു. വിനയന്റെ ഈ അവഗണന അവർക്ക് വലിയൊരു അവസരമായി മാറി. എലീനയും വിനയനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ദേശായി കുടുംബത്തിന്റെ തകർച്ച ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. വിനയന്റെ പുതിയ വ്യക്തിത്വത്തെയും അവന്റെ അമിതമായ ആത്മവിശ്വാസത്തെയും മുതലെടുക്കാൻ അവർ തീരുമാനിച്ചു. ദേശായി ടെക്സ്റ്റൈൽസിന്റെ ഏറ്റവും വലിയ ബിസിനസ് ഡീൽ നടക്കാൻ പോകുന്ന ദിവസമായിരുന്നു അത്. ഒരു അന്താരാഷ്ട്ര കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടാൽ വിനയന്റെ ബ്രാൻഡ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഈ അവസരം മുതലാക്കാനാണ് എലീനയും അഭിഷേകും ഗംഗാധരനും പദ്ധതിയിട്ടത്. ഓഫീസിന് പിന്നിലെ രഹസ്യ ക്യാമ്പയിനിൽ വെച്ച് അഭിഷേകും എലീനയും ഗംഗാധരനും കൂടിക്കാഴ്ച നടത്തി. അഭിഷേക് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം. ഈ കരാറിൽ ഒപ്പിടുന്നതോടെ വിനയന്റെ കമ്പനിയുടെ ഭൂരിഭാഗ ഓഹരികളും എൻ്റെ പേരിലുള്ള ഒരു വ്യാജ ഷെൽ കമ്പനിയിലേക്ക് മാറും. വിനയൻ അതൊന്നും ശ്രദ്ധിക്കില്ല. അവനിപ്പോ എൻ്റെ വാക്കുകൾ മാത്രമേ കേൾക്കൂ. എലീന കുടിലമായി ചിരിച്ചു. അത് നടന്ന വിനയൻ തെരുവിലാകും. പിന്നെ മുത്തശ്ശന്റെ വിൽപത്രം. വിനയനെ മാറ്റിയാൽ കിളവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വിൽപത്രം മാറ്റി എഴുതിക്കാം. ആ നിലയെയും വിനയനെയും ഒരേ സമയം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അഭിഷേക് സിഗരറ്റ് പോച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം നഗരത്തിലെ ഒരു വലിയ ഹോട്ടലിൽ വെച്ചായിരുന്നു മീറ്റിംഗ്. വിനയൻ വളരെ ആവേശത്തിലായിരുന്നു. നില തന്റെ കയ്യിലുള്ള ചില ഫയലുകളുമായി വിനയനെ തടയാൻ നോക്കി. വിനയൻ ചേട്ടാ, ഈ കരാറിലെ ചില നിബന്ധനകൾ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോ. നിലേ, വിനയൻ അവളെ തടഞ്ഞു. നീ നിന്റെ പണി നോക്കിയാൽ മതി. ബിസിനസ് നിനക്ക് മനസ്സിലാകുന്ന ഒന്നല്ല. എലീന എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നിനക്കറിയില്ല. അവൾക്കുള്ള ബുദ്ധിയുടെ പകുതി പോലും നിനക്കില്ല. നീ വെറും ഒരു അസൂയക്കാരിയായി മാറുകയാണ്. വിനയൻ നിലയെ തള്ളി മാറ്റി എലീനയുടെ കാറിൽ കയറിപ്പോയി. നിലയ്ക്ക് വല്ലാത്തൊരു അപകടം മണത്തു. അവൾ വേഗം മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടി. ഹോട്ടലിലെ ആഡംബര മുറിയിൽ വെച്ച് എലീന വിനയന് വൈൻ നൽകി. മയക്കുന്ന വാക്കുകളിലൂടെ അവനെ അവൾ കീഴ്പ്പെടുത്തി. വിനയ്, ഈ പേപ്പറിൽ ഒപ്പിട്ടാ നമ്മൾ ഈ ബിസിനസ് ലോകം ഭരിക്കും. വിനയൻ പേനെടുത്തു ഒപ്പിടാൻ ആഞ്ഞതും എലീനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് അഭിഷേകായിരുന്നു. സ്പീക്കർ ഫോൺ അറിയാതെ ഓണായപ്പോ പുറത്തു കേട്ട വാക്കുകൾ വിനയനെ ഞെട്ടിച്ചു. എലീന, ആ മന്ദബുദ്ധി ഒപ്പിട്ടോ? അവന്റെ സ്വത്തൊക്കെ നമ്മുടെ കൈകളായാലും ഉടനെ അവനെ നമുക്ക് ഒരു മാനസികാശുപത്രിയിലേക്ക് മാറ്റണം. അവന്റെ ആ പഴയ അവസ്ഥയല്ലേ, അവൻ അതാ നല്ലത്. അഭിഷേകിന്റെ ചിരി ഫോണിലൂടെ മുഴങ്ങി. വിനയന്റെ കൈകൾ വിറച്ചു. പേന താഴെ വീണു. അവൻ എലീനയെ നോക്കി. അവളുടെ മുഖത്തെ ആ പ്രണയം പെട്ടെന്നൊരു യക്ഷിയുടെ കുടിലമായ ക്രൂരതയായി മാറി. നീയും അഭിഷേകം ചേർന്ന് എന്നെ? വിനയന്റെ ശബ്ദം ഇടറി. അതെ വിനയ്, നിനക്ക് ബുദ്ധി വന്നാലും ഇല്ലെങ്കിലും നീ ഞങ്ങൾക്ക് വെറും ഒരു കളിപ്പാവ മാത്രമാണ്. എലീന തന്റെ തനി നിറം പുറത്തെടുത്തു. അപ്പോഴാണ് ആ മുറിയിലേക്ക് നിലയും ദേശായി കുടുംബത്തിലെ വിശ്വസ്തനായ വക്കീലും കയറി വന്നത്. നിലയുടെ കയ്യിൽ ചില രേഖകൾ ഉണ്ടായിരുന്നു. വിനയൻ ചേട്ടാ, ഒപ്പിടരുത്. എലീനയുടെ കയ്യിലെ കരാറല്ല ഒറിജിനൽ. ഇതാ നോക്കൂ. നില വക്കീലിന്റെ സഹായത്തോടെ കൊണ്ടുവന്ന തെളിവുകൾ വിനയന് നൽകി. എലീന ഭയന്നുപോയി. വിനയൻ നിലയെ ഒരു നിമിഷം നോക്കി. താൻ ഇത്രയും കാലം അപമാനിച്ച അവഗണിച്ച പെൺകുട്ടി തന്റെ ജീവനും സ്വത്തും രക്ഷിക്കാൻ ഓടി വന്നിരിക്കുന്നു. എലീന, ഇറങ്ങിപ്പോ ഇവിടുന്ന്! വിനയൻ അലറി. അവൾ പതറിപ്പോയി. അവിടെ നോടി. വിനയൻ തളർന്ന് കസേരയിലിരുന്നു. നില പതുക്കെ അവന്റെ അരികിലേക്ക് ചെന്നു. വിനയന്റെ കണ്ണുകളിലെ ആദ്യമായി ഒരു കുറ്റബോധം നിഴലിച്ചു. അവൻ അവളെ നോക്കി. പക്ഷേ അവഗണനയുടെ ആ കടുപ്പം അവിടെ ഉണ്ടായില്ല. എങ്കിലും ആ പഴയ സ്നേഹത്തിന്റെ ഓർമ്മകൾ അവന് പൂർണ്ണമായി തിരിച്ചു കിട്ടിയിരുന്നില്ല. നിലേ, എന്നോട് ക്ഷമിക്കണം, വിനയൻ പതുക്കെ പറഞ്ഞു. നിലയുടെ കണ്ണുകൾ നിറഞ്ഞു.
വിനയൻ തന്നെ തിരിച്ചറിയാൻ തുടങ്ങുകയാണോ? ചതിയുടെ മൂടുപടം അഴിഞ്ഞു വീഴുകയും സത്യം സൂര്യപ്രകാശം പോലെ തെളിയുകയും ചെയ്തതോടെ ദേശായി കുടുംബത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശി. എലീനയുടെയും അഭിഷേകിന്റെയും ചതി പുറത്തായതോടെ ഗംഗാധരൻ പാടെ തകർന്നുപോയി. സ്വന്തം ഭർത്താവും മക്കളും ദേശായി കുടുംബത്തെ തകർക്കാൻ കൂട്ടുനിന്നു എന്നറിഞ്ഞപ്പോ രാജേശ്വരി തകർന്നുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗംഗാധരനും മക്കളും ദേശായി കുടുംബത്തിന്റെ പൂമുഖത്ത് മുത്തശ്ശന്റെയും വിനയന്റെയും മുന്നിൽ തലകുനിച്ചു നിന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. പണത്തോടുള്ള ആർത്തിയിൽ ഞാൻ എന്റെ ഭാര്യയെയും ഈ തറവാടിനെയും മറന്നുപോയി. ജനാർദ്ദനൻ മുത്തശ്ശന്റെ കാൽക്കൽ വീണു. രാജേശ്വരി തന്റെ ഭർത്താവിനെയും മക്കളെയും നോക്കി ഫേർപ്പോടെ മുഖം തിരിച്ചു. നിങ്ങൾ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. പക്ഷേ വിനയനും നിലയും കാരണമാണ് ഈ വീട് ഇന്ന് നിലനിൽക്കുന്നത്. നിങ്ങൾക്കായി ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഇങ്ങനെ ഒരു കുടുംബം വേണ്ട. രാജേശ്വരി കടുത്ത തീരുമാനം എടുത്തു. വിനയൻ പതുക്കെ മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ആ കാഠിന്യം ഉണ്ടായിരുന്നില്ല. എലീനയുടെ ചതി തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവന്റെ മനസ്സിൽ നിലയോടുള്ള ഓർമ്മകൾ തിരതലുകയായിരുന്നു. പൂർണ്ണമായി പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ പ്രാണൻ അവളാണെന്ന് അവന്റെ ഹൃദയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ദേശായി തറവാട് ഒരിക്കൽ കൂടി അണിഞ്ഞൊരുങ്ങി. ഇന്ന് നിലയുടെയും വിനയന്റെയും ആർഭാടപൂർണമായ വിവാഹമാണ്. പരസ്പര ഇഷ്ടത്തോടെ രണ്ടുപേരും വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ്. മറുഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ട ഗംഗാധരനും മക്കളും തന്റെ പഴയ കാമുകിയെ തേടി അമേരിക്കയിലെത്തിയതും അവർ ഗംഗാധരനെയും മക്കളെയും അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്തത്. പണത്തെ മാത്രം സ്നേഹിച്ച ഗംഗാധരനും മക്കൾക്കും പണം തന്നെ തിരിച്ചടി നൽകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിലയുടെയും വിനയന്റെയും ആദ്യ രാത്രി വിനയന്റെ നിർബന്ധപ്രകാരം നിലയുടെ ആ കൊച്ചു വീട്ടിൽ വെച്ചായിരുന്നു. രണ്ടുപേരും കായൽക്കരയിൽ നിലാവിനെ നോക്കിയിരിക്കുകയാണ്. വിനയൻ ചേട്ടാ, ചേട്ടൻ അറിയാമോ, ഈ കായലോരങ്ങൾക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ കഥകൾ അവിടെ നിൽക്കട്ടെ. നമുക്കിനി പുതിയ കഥകൾ കായലോരങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലോ? രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു. അവരുടെ ആദ്യ രാത്രിക്ക് സാക്ഷിയായി കായലോളങ്ങളും ആ നിലാവും മാത്രമായിരുന്നു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.